ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നോമ്പുകാലത്തുള്ള 40 ദിനങ്ങളിൽ കനാനിലേക്കുള്ള പ്രവേശനത്തിന് മിസ്രൈമ്യരുടെ അടിമത്തിൽ നിന്ന് ഇസ്രായേൽ മക്കൾ പുറപ്പെടുന്ന ആ പുറപ്പാട് ചരിത്രം ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തോടുള്ള ബന്ധത്തിൽ പഠിക്കുമ്പോൾ 19-ാം അധ്യായം 20-ാം അധ്യായം വരുമ്പോഴേക്കും കൽപ്പന ലഭിച്ചിരിക്കുന്നു. ലോകത്തിലുള്ള രാജ്യങ്ങളുടെ ഭരണഘടന ഇന്ത്യ ഉൾപ്പെടെ യഹൂദന്മാരുടെ ലഭിച്ചിരിക്കുന്ന ഈ കൽപ്പനയ്ക്കനുസരിച്ചാണ് ഫോം ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യമാണ്. കാരണം അന്ന് യഹോവയായ ദൈവം മോശയിലൂടെ ഇസ്രായേൽ മക്കളെ വിളിച്ചിറക്കി യാത്ര ചെയ്യുമ്പോൾ ഈ യാത്രയിൽ ഇന്ന് നമ്മളെയും നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ യാത്രയിൽ ഈ 21-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ ഇസ്രായേൽ മക്കളുടെ അടിമകളോടുള്ള പെരുമാറ്റം എങ്ങനെയായിരിക്കണം, നമ്മുടെ കൺസേൺ അടിമകളോടുള്ള, സാധുക്കളോടുള്ള, നമ്മുടെ വീട്ടിൽ ജോലിക്ക് വരുന്നവരോട്, അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തുള്ള അന്യസംസ്ഥാന തൊഴിലാളികളോട്, മറ്റുള്ളവരോട് നമ്മൾക്ക് എങ്ങനെ ആയിരിക്കണം, നമ്മൾക്ക് അവരെ നമ്മൾ എങ്ങനെ കാണണം, അതാണ് അധ്യായം 21-ൽ പറയുന്നത്. അവരുടെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. അവരുടെ മുമ്പാകെ നീ വയ്ക്കേണ്ടുന്ന ന്യായങ്ങളാവിത്. ഒരു എബ്രായ ദാസനെ വിലയ്ക്ക് വാങ്ങിയാൽ 6 സംവത്സരം സേവിച്ചിട്ട് 7-ാം സംവത്സരത്തിൽ അവൻ ഒന്നും കൊടുക്കാതെ സ്വതന്ത്രനായി പോയിക്കൊള്ളട്ടെ. ഏകനായി വന്നുവെങ്കിൽ ഏകനായി പോകട്ടെ. അവന് ഭാര്യ ഉണ്ടായിരുന്നുവെങ്കിൽ ഭാര്യ അവനോടുകൂടെ പോകട്ടെ. അവൻ്റെ യജമാനൻ അവന് ഭാര്യയെ കൊടുക്കുകയും അവൾ അവന് പുത്രന്മാരെയോ പുത്രിമാരെയോ പ്രസവിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഭാര്യയും മക്കളും യജമാനിരിക്കണം. അവൻ ഏകനായി പോകണം. എന്നാൽ ദാസൻ, ഞാൻ എൻ്റെ യജമാനെയും എൻ്റെ ഭാര്യയെയും മക്കളെയും സ്നേഹിക്കുന്നു, ഞാൻ സ്വതന്ത്രനായി പോകയില്ല എന്ന് തീർത്തു പറഞ്ഞാൽ യജമാനൻ അവനെ ദൈവസന്നിധിയിൽ കൂട്ടിക്കൊണ്ട് ചെന്ന് കതകിൻ്റെയോ കട്ടളക്കാലിൻ്റെയോ അടുക്കൽ നിർത്തിയിട്ട് സൂചി കൊണ്ട് അവന് കാത് കുത്തി തുളയ്ക്കണം. പിന്നെ അവൻ എന്നേക്കും അവന് ദാസനായിരിക്കണം. ഒരുത്തൻ തൻ്റെ പുത്രിയെ ദാസിയായി വിറ്റാൽ അവൾ ദാസന്മാർ പോകുന്നത് പോലെ പോകരുത്. അവളെ തനിക്ക് സംബന്ധത്തിന് നിയമിച്ച യജമാനന് അവളെ ബോധിക്കാതിരുന്നാൽ അവളെ വീണ്ടെടുപ്പാൻ അവൻ അനുവദിക്കണം. അവളെ ചതിച്ചതുകൊണ്ട് അന്യജാതിക്ക് വിറ്റുകളവാൻ അവന് അധികാരമില്ല. അവനവളെ തൻ്റെ പുത്രന് നിയമിച്ചുവെങ്കിൽ പുത്രിമാരുടെ ന്യായത്തിന് തക്കവണ്ണം അവളോട് പെരുമാറണം. അവൻ മറ്റൊരുത്തിയെ പരിഗ്രഹിച്ചാൽ ഇവളുടെ ഉപജീവനവും ഉടുപ്പും വിവാഹമുറയും കുറയ്ക്കരുത്. ഈ 3 കാര്യവും അവൻ അവൾക്ക് ചെയ്യാതിരുന്നാൽ അവളെ പണം വാങ്ങാതെ വെറുതെ വിട്ടയക്കണം. ഇത് നൽകപ്പെടുന്ന 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ അടിമകളോടുള്ള കൺസേൺ ആണെങ്കിൽ 12 മുതൽ 36 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നത് പേഴ്സണൽ, വ്യക്തിപരമായിട്ടുള്ള അപഹത്യയ്ക്ക് ചെയ്യേണ്ടത് എന്താണെന്നാണ്. ആ വ്യക്തിപരമായി ഒരു മനുഷ്യനെ ഉപദ്രവിച്ചാൽ 12-ാം വാക്യം മുതൽ ഉള്ള വാക്യങ്ങളിൽ ഒരു മനുഷ്യനെ അടിച്ചു കൊല്ലുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം. അവൻ കരുതി കൂട്ടാതെ അങ്ങനെ അവൻ്റെ കയ്യാൽ സംഭവിച്ചാൽ ദൈവം സംഗതി വരുത്തിയതായി അവൻ ഓടിപ്പോകേണ്ടുന്ന സ്ഥലം ഞാൻ നിയമിക്കും. എന്നാൽ ഒരുത്തൻ കരുതിക്കൂട്ടി കൂട്ടുകാരനെ ചതിച്ച് കൊന്നെങ്കിൽ അവൻ മരിക്കേണ്ടതിന് നീ അവനെ എൻ്റെ യാഗപീഠത്തിങ്കിൽ നിന്നും പിടിച്ചുകൊണ്ടു പോകണം. തൻ്റെ അപ്പനെയോ അമ്മയോ അടിക്കുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം. ഇത് വളരെ കൃത്യമായി ഈ കാലഘട്ടങ്ങളിൽ അപ്പനെ അമ്മയെ ഉപദ്രവിക്കുന്നവർക്കുള്ള ഒരു താക്കീതാണ്. പുറപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ വളരെ വ്യക്തമായി കൊടുത്തിരിക്കുന്ന 36 വരെയുള്ള വാക്യങ്ങളാണ് അതുള്ളത്. അതിൽ ഈ 15-ാം വാക്യം അപ്പനെ അമ്മയും ബഹുമാനിക്കുക എന്നുള്ള കൽപ്പനയുടെ അടിസ്ഥാനത്തിൽ കൊടുത്തിരിക്കുന്ന ഒരു നിയമമാണ്. 16-ാം വാക്യത്തിൽ ഒരുത്തൻ ഒരാളെ മോഷ്ടിച്ചിട്ട് അവനെ വിൽക്കുകയാകട്ടെ, അവൻ്റെ കൈവശം തന്നെ കണ്ടുപിടിക്കുകയാകട്ടെ ചെയ്താൽ അവൻ മരണശിക്ഷ അനുഭവിക്കണം. തൻ്റെ അപ്പനെയോ അമ്മയോ ശപിക്കുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം. മനുഷ്യർ തമ്മിൽ ശണ്ട കൂടിയിട്ട് ഒരുത്തൻ
മറ്റവനെ കല്ലുകൊണ്ടോ മുഷ്ടി കൊണ്ടോ കുത്തിയതിനാൽ അവൻ മരിച്ചു പോകാതെ കിടപ്പിലാവുകയും പിന്നെയും എഴുന്നേറ്റ് വടി ഊന്നി വെളിയിൽ നടക്കുകയും ചെയ്താൽ കുത്തിയവനെ ശിക്ഷിക്കരുത്. എങ്കിലും അവനവൻ്റെ മിനക്കേടിന് വേണ്ടി കൊടുത്ത് അവനെ നല്ലവണ്ണം ചികിത്സിപ്പിക്കണം. അവനെ ഒരുത്തൻ 20-ാം വാക്യം, ഒരുത്തൻ തൻ്റെ ദാസനെയോ ദാസിയോ തൽക്ഷണം മരിച്ചു പോകത്തക്കവണ്ണം വടികൊണ്ട് അടിച്ചാൽ അവനെ നിശ്ചയമായും ശിക്ഷിക്കണം. എങ്കിലും അവൻ 1-2 ദിവസം ജീവിച്ചിരുന്നാൽ അവനെ ശിക്ഷിക്കരുത്. അവനെ അവൻ്റെ മുതലല്ലോ. 22-ാം വാക്യത്തിൽ മനുഷ്യർ തമ്മിൽ ശണ്ട കൂടിയിട്ട് ഗർഭിണിയായ ഒരു സ്ത്രീയെ അടിച്ചതിനാൽ ഗർഭം അലസിയതല്ലാതെ അവൾക്ക് മറ്റൊരു ദോഷവും വന്നില്ലെങ്കിൽ അടിച്ചവൻ ആ സ്ത്രീയുടെ ഭർത്താവ് ചുമത്തുന്ന പിഴ കൊടുക്കണം. ന്യായാധിപന്മാർ വിധിക്കുന്ന പോലെ അവൻ കൊടുക്കണം. മറ്റ് ദോഷം വന്നിട്ടുണ്ടെങ്കിൽ ജീവന് പകരം ജീവൻ കൊടുക്കണം. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്, കൈക്ക് പകരം കൈ, കാലിന് പകരം കാൽ, പൊള്ളലിന് പകരം പൊള്ളൽ, മുറിവിന് പകരം മുറിവ്, തിണർപ്പിന് പകരം തിണർപ്പ്. ഒരുത്തനടിച്ച് തൻ്റെ ദാസനെയോ ദാസിയോ കണ്ണ് കളഞ്ഞാൽ അവൻ കണ്ണിന് പകരം അവനെ സ്വതന്ത്രനായി വിട്ടയക്കണം. അവൻ തൻ്റെ ദാസൻ്റെയോ ദാസിയുടെയോ പല്ല് അടിച്ചു തകർത്താൽ അവൻ പല്ലിന് പകരം അവനെ സ്വതന്ത്രനായി വിട്ടയക്കണം. ഒരു കാള ഒരു പുരുഷനെയോ സ്ത്രീയെയോ കുത്തിക്കൊന്നാൽ ആ കാളയെ കല്ലെറിഞ്ഞ് കൊല്ലണം. അതിൻ്റെ മാംസം തിന്നരുത്. കാളയുടെ ഉടമസ്ഥനോ കുറ്റമില്ലാത്തവൻ. എന്നാൽ ആ കാള മുമ്പേ തന്നെ കുത്തുന്നതായും ഉടമസ്ഥൻ അതറിഞ്ഞുമിരിക്കെ അവനതിനെ സൂക്ഷിക്കായോ കൊണ്ട് അത് ഒരു പുരുഷനെയോ സ്ത്രീയെയോ കൊന്നുകളഞ്ഞാൽ ആ കാളയെ കല്ലെറിഞ്ഞു കൊള്ളണം. അതിൻ്റെ ഉടമസ്ഥനും മരണശിക്ഷ അനുഭവിക്കണം. ഉദ്ധാരണ ദ്രവ്യം അവൻ്റെ മേൽ ചുമത്തിയാൽ തൻ്റെ ജീവൻ്റെ വീണ്ടെടുപ്പിനായി തൻ്റെ മേൽ ചുമത്തിയത് ഒക്കെയും അവൻ കൊടുക്കണം. അത് ഒരു ബാലനെ കുത്തിയാലും ഒരു ബാലയെ കുത്തിയാലും ഈ ന്യായപ്രകാരം അവനോട് ചെയ്യണം. കാളെ ഒരു ദാസനെയോ ദാസിയോ കുത്തിയാൽ അവനവരുടെ ഉടമസ്ഥന് 30 ശേക്കൽ വെള്ളി കൊടുക്കണം. കാളയെ കൊന്നുകളയുകയും വേണം. ഒരുത്തൻ ഒരു കുഴി തുറന്നു വയ്ക്കുകയോ കുഴി കുഴിച്ചിട്ട് അതിനെ മൂടാതെ ഇരിക്കുകയോ ചെയ്തിട്ട് അതിലൊരു കാളയോ കഴുതയോ വീണാൽ കുഴിയുടെ ഉടമസ്ഥൻ വലി കൊടുത്ത് അതിന് യജമാന് തൃപ്തി വരുത്തണം. എന്നാൽ ചത്തുപോയത് അവനുള്ളതായിരിക്കണം. ഒരുത്തൻ്റെ കാള മറ്റൊരുത്തൻ്റെ കാളയെ കുത്തിയിട്ട് അത് ചത്തുപോയാൽ അവൻ ജീവനോടിരിക്കുന്ന കാളയെ വിറ്റ് അതിൻ്റെ വില പകുത്തെടുത്തേക്കണം. ചത്തുപോയതിനെയും പകുത്തെടുക്കണം. അല്ലെങ്കിൽ ആ കാള മുമ്പേ തന്നെ കുത്തുന്നത് എന്ന് അറിഞ്ഞിട്ടും ഉടമസ്ഥൻ അതിനെ സൂക്ഷിക്കാതിരിക്കുന്നുവെങ്കിൽ അവൻ കാളയ്ക്ക് പകരം കാളയെ കൊടുക്കണം. എന്നാൽ ചത്തുപോയത് അവന് ഉള്ളതായിരിക്കണം. ഈ കൽപ്പനകളൊക്കെ നമ്മൾ പ്രമാണിക്കുമ്പോൾ, കാണുമ്പോൾ, അറിയുമ്പോൾ പുതിയ നിയമത്തിൽ ഇതിൻ്റെ മറ്റൊരു രീതിയിൽ നമ്മളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ എപ്രകാരം നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെ ദൈവം ഈ ദൈനംദിന ജീവിതത്തിൽ നമ്മൾക്ക് മറ്റുള്ളവരോടുള്ള സാധുക്കളായുള്ള ആളുകളോടുള്ള ഇടപാടിലും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും ദോഷം വരുത്തുന്ന കാര്യങ്ങൾ, ദോഷമുണ്ടെന്നറിഞ്ഞിട്ട് ഒരു കാര്യം നമ്മൾ ദോഷമായി ചെയ്താൽ അത് പാപമാണെന്ന് ഈ നോമ്പ് കാലങ്ങളിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കട്ടെ. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെ മേലും ദൈവശക്തി പകർന്ന് കർത്താവെ തങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തെ സൂക്ഷിക്കുവാൻ, ഇതിൽ വ്യക്തിപരമായ ജീവിതത്തിൽ മനസ്സാക്ഷിയുടെ അനുഭവത്തിൽ ഓരോ കാര്യങ്ങളും ചെയ്യുവാൻ ദൈവം ഇത് കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും ഒരുപോലെ കൃപ നൽകിക്കാട്ടെ. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം. ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ കുടുംബങ്ങളെയും അത്ഭുതകരമായി അനുഗ്രഹിച്ചാട്ട്.
അതിശയകരമായി അനുഗ്രഹിച്ചാട്ട് യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.